ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഞങ്ങളിപ്പം ഇവിടെ ഹോട്ടലിലാണുള്ളത്. ഇന്ന് രാവിലെ ഇതിപ്പോൾ രാവിലെ സമയം ഒരു 9:30 ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുമായിരുന്നു. സോ ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ തന്നെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഒർലാൻഡോയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ഇന്നത്തെ പ്ലാൻ. ഇന്ന് ഫുൾ ട്രാവലാണ്. ഓൺ ദ വേ ഇപ്പോൾ ഒർലാൻഡോയിലേക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും ചെറിയ ചെറിയ സൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാം എന്നാണ് ആസ് ഓഫ് നൗ ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു 4 മണിക്കൂർ 4-4.5 മണിക്കൂറിന് ശേഷം ഇവിടെ ഫോർട്ട് ലോഡർഡെയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അതായത് മയാമിയിൽ നിന്ന് ഒരു 1 അവർ അകലത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. സോ അവിടെ വന്നിട്ടാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ബീച്ചാണ് ഉള്ളത്. സോ ഞങ്ങളൊന്ന് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ജീൻസൊക്കെ മാറ്റി ഷോർട്സൊക്കെ ഇട്ട് തിരിച്ച് ഇവിടത്തേക്ക് ബീച്ചിലേക്ക് പോവാണ്. അപ്പം ഞാൻ ബീച്ചിൻ്റെ കുറച്ച് വ്യൂസ് കാണിക്കട്ടെ. ശരിക്കും നമ്മൾ ഇന്നലെ കണ്ട സ്മാത്തേഴ്സ് ബീച്ച് പോലെ തന്നെ ഉള്ളൊരു ബീച്ചാണ് ആക്ച്വലി. ലോഡർഡെയിൽ ബീച്ചിലാണുള്ളത്. കാണാൻ നമ്മൾ ഇന്നലെ കണ്ട സ്മാത്തേഴ്സ് ബീച്ച് പോലെ തന്നെ ഉണ്ട് ഏകദേശം, എന്നാലും അത്രത്തോളം എത്തില്ല കേട്ടോ. സ്മാത്തേഴ്സ് ബീച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ബീച്ചാണ്. ഇതിപ്പം അത്രയൊന്നുമില്ല, എന്നാലും അങ്ങനെ. സോ ഇവിടെ സൺബാത്തൊക്കെ ചെയ്യുന്ന കേട്ടോ. ഞങ്ങൾ ഇന്ത്യക്കാരോ മറ്റേ സൺബാത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല, ആകെ മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്തൊരു എക്സ്ട്രീം ക്ലൈമറ്റ് ആണെന്ന്. കാരണം ഇവിടെ ഇപ്പം എന്തൊരു ചൂടാണെന്നറിയോ, നല്ല ചൂടാണ്. 27 ഡിഗ്രീസാണ് ഇപ്പം ഉള്ളത്. പക്ഷേങ്കിൽ അറ്റ് ദ സെയിം ടൈം ഷാർലറ്റ് ഇവിടെ നിന്നും ഒരു 10 hours അല്ലെങ്കിൽ ഒരു 12 hours ദൂരത്തിലായിരിക്കും ഇപ്പോൾ ഷാർലറ്റ് ഉണ്ടാവുക. ഷാർലറ്റിൽ 2 degree 3 degree അത്ര ഇപ്പം വെതർ. ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് രാവിലെ മഴ പെയ്യുമ്പോൾ ഐസൊക്കെ പെയ്തു. ഇത്രേ
ചെറിയ ചെറിയ ഐസ് റെയിൻ ഒക്കെ ഉണ്ടായി ഇന്ന് രാവിലെ എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക ജസ്റ്റ് ഒരു 2 സ്റ്റേറ്റ് അപ്പുറം ഇപ്പുറമാണ്. അതായത് ഷാർലറ്റ് കഴിഞ്ഞ് ഷാർലറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് കാരോലിന എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞ് സൗത്ത് കാരോലിന കഴിഞ്ഞ് അറ്റ്ലാന്റ കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്ലോറിഡയാണ് വരുന്നത്. സോ അത്ര ഡിഫറൻസേ ഉള്ളൂ. എന്നാലും കൂടി ആ വ്യത്യാസം കണ്ടോ, വെതറിൻ്റെ വ്യത്യാസം ഭയങ്കര എക്സ്ട്രീമാണ്. നമ്മളിപ്പോൾ ബീച്ചിൽ ഒരു ഹാഫ് ആൻ അവർ ബീച്ചിൽ സ്പെൻഡ് ചെയ്ത്, പിന്നെ ഈ എന്താ പറയുക, നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഫുൾ നടുവിൽ മൊത്തം കോക്കനട്ട് ട്രീസും അപ്പുറം ഇപ്പുറം റോഡൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള ഏരിയ. അപ്പോൾ ഞങ്ങൾ വെച്ച് നോക്കി എന്നാൽ ഈ റോഡിലെ കൂടെ ഒന്ന് നടന്ന് നോക്കാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, നടുവിലൊക്കെ ഫുൾ കോക്കനട്ട് ട്രീസും. അപ്പോൾ ഞങ്ങൾ വെച്ച് നോക്കി ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക. ഫോർട്ട് ലോഡർഡെയിൽ നിന്നും ഇറങ്ങി ഞങ്ങളിപ്പം ഒരു 4-4.5 മണിക്കൂർ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ ഒർലാൻഡോയിൽ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായി തോന്നുന്നു. ഫുൾ ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നല്ല ഡ്രൈവ്, ഇടയ്ക്കൊന്ന് ഫോർട്ട് ലോഡർഡെയിൽ ബീച്ചിലിറങ്ങി, പിന്നെ ഒന്ന് ആ റോഡൊക്കെ ഒന്ന് നടന്ന് കണ്ടു, അത്രയൊക്കെ ചെയ്തുള്ളൂ. എന്നാലും എന്താണെന്ന് അറിയില്ല, ഭയങ്കര ടയേർഡായി തോന്നുന്നു. അങ്ങനെ സോ ഇപ്പോൾ ഒർലാൻഡോയിൽ വന്നു തിരിച്ചിട്ട്. ഇനി നാളെ ഒർലാൻഡോന്ന് നാളെ വൈകുന്നേരമാണ് ഒർലാൻഡോന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഷാർലറ്റിലേക്കുള്ളത്. സോ നാളെ ഒരു ഹോൾ ഡേ നമുക്കിവിടെ ഉണ്ട്. പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നുമില്ല, അല്ലെ ചുമ്മാ വെറുതെ ഒന്ന് ഒർലാൻഡോ ഒക്കെ വെറുതെ കറങ്ങി റിലാക്സ് അടിക്കലായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ മെയിൻ പാർട്ട് മയാമി ആൻഡ് കീ വെസ്റ്റ് ആയിരുന്നു. ഇവിടെ ഒർലാൻഡോയിൽ ഞങ്ങൾക്ക് വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനു മുന്നേ അങ്ങനെ ഒരുപാട് ട്രാവൽ വ്ളോഗും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ അറിവൊന്നും അതിലില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു ട്രൈ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ അറിയിക്കണം. പിന്നെ എന്താണ്, സബ്സ്ക്രൈബ്, എൻ്റെ വീഡിയോസ് ഒന്നും ഇതുവരെ കാണാത്തവരാണെങ്കിൽ മറ്റു വീഡിയോസൊക്കെ പോയി കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.